അപ്പോൾ നമ്മളിന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ SBIൻ്റെ സിംപ്ലി ക്ലിക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ സിംപ്ലി ക്ലിക്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ 1000 രൂപ എക്സ്ട്രാ ക്യാഷ് ബാക്ക് നമുക്ക് എങ്ങനെ നേടാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മളിന്ന് നമ്മുടെ SBIയുടെ സിംപ്ലി ക്ലിക്ക് കാർഡ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ക്യാഷ് കറോ ത്രൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് കറോ നിങ്ങൾക്ക് അറിയായിരിക്കും. ക്യാഷ് കറോ എന്ന് പറയുന്ന ഒരു ക്യാഷ് ബാക്ക് തിരിച്ച് കിട്ടും. നമ്മൾ എന്തെങ്കിലും ഷോപ്പിംഗ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ആ ബേസിൽ നമ്മൾ സിംപ്ലി ക്ലിക്ക് കാർഡ് നമ്മൾ ഇത് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1000 രൂപ ക്യാഷ് ബാക്ക് നമുക്ക് കാർഡ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ കിട്ടും. നമ്മുടെ ക്യാഷ് കാർഡ് അക്കൗണ്ടിലേക്ക് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആമസോൺ പേയിലേക്ക് ഒക്കെ മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ അതാണെന്ന് എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. അതിന് ചെയ്യാനായിട്ട് മുമ്പ് നമുക്ക് നമ്മുടെ SBIൻ്റെ സിംപ്ലി ക്ലിക്ക് കാർഡിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ 1000 രൂപ നമുക്ക് ക്യാഷ് കറോ കിട്ടുന്നത് അല്ലാണ്ട് തന്നെ നമുക്ക് SBIയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആമസോൺ വൗച്ചർ 500 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ അവരുടെ ഒരു ബേസിക് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ SBI സിംപ്ലി ക്ലിക്ക് കാർഡ്. ഇതുവരെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതൊരു ബിഗിനേഴ്സ് കാർഡാണ്, ഒരു ബിഗിനേഴ്സ് ഷോപ്പിംഗ് കാർഡാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് ഇതിലൂടെ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റിവാർഡ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 10x റിവാർഡ് പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുക. അതായത് ഇവരുടെ പാർട്ട്നേഴ്സ് ഓൺലൈൻ വെബ്സൈറ്റ് കൂടെ പർച്ചേസ് ചെയ്ത്, അതായത് ആമസോൺ, ക്ലിയർ ട്രിപ്പ്, അതുപോലെ തന്നെ ഈസി ഡൈനർ, ലെൻസ് കാർട്ട്, നെറ്റ്മെറ്റ്സ്, ബുക്ക് മഷോ, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 10x റിവാർഡ് പോയിന്റ്സ് കിട്ടും. ബാക്കി എല്ലാ നോർമൽ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് 1 റിവാർഡ് പോയിന്റ് ആണ് 100 രൂപ വെച്ചിട്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഓൺലൈൻ സ്പെൻഡിനും നമുക്ക് 5x റിവാർഡ് പോയിന്റും കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു റിവാർഡ് പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഫ്യൂൽ ചാർജ് വേ ഓഫ് ആണ്. അത് നിങ്ങൾക്ക് അറിയാം, നമുക്ക് എല്ലാ ക്രെഡിറ്റ് കാർഡിലും നമുക്ക് 1% ഫ്യൂൽ ചാർജ് വേ ഓഫ് ഉണ്ട്. അത് നമുക്ക് ഇതിലുണ്ട്. അതിന് മിനിമം വരുന്നത് 500 ആണ്. 500 രൂപയ്ക്ക് മിനിമം നമ്മൾ പെട്രോൾ അടിച്ചിരിക്കണം കേട്ടോ. 500 ടു നമുക്ക് 3000 ആണ് നമുക്ക് എന്താ പറയുക നമ്മുടെ ഇത് വരുന്നത്, നമ്മുടെ ലിമിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു 1 lakhിൻ്റെ അബോവ് നമ്മൾ ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000 രൂപയുടെ ഒരു വൗച്ചർ നമുക്ക് ഇതിലൂടെ ഒരു ഓഫർ ടൈമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിവാർഡ് പോയിന്റ് യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ ഇത് ക്യാപ്പിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 10000 റിവാർഡ് പോയിന്റ് നമുക്ക് ക്യാപ്പിംഗ് ഉണ്ട് മന്ത്ലി. അതുപോലെ തന്നെ ആനുവൽ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 499 പ്ലസ് GST ആണ് ആനുവൽ ഫീസും. അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താ പറയുക ആനുവൽ മെയിൻ്റനൻസ് ചാർജും വരുന്നത്, അതായത് ആനുവൽ ഫീസും വരുന്നത്. അത് നിങ്ങൾക്ക് ആക്ച്വലി വേവ് ഓഫ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അത് 1 lakh നമുക്ക് ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് നമ്മുടെ ആമസോൺ വൗച്ചർ 500 രൂപ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിരിക്കണം. അപ്പോൾ അതിങ്ങനെയാണ് എന്നാലാണ് നമുക്ക് ആക്ച്വലി ഈ 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 500 രൂപ ജോയിൻ ഫീസായിട്ട് കൊടുക്കുന്നത് നമുക്ക് ആക്ച്വലി തിരിച്ചു കിട്ടിയ പോലെയാണ്. പിന്നെ നമ്മൾ ഒരു ആനുവലി നമ്മൾ 1 lakh സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസും നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ ഒരു ഫ്രീ കാർഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് പോകാൻ വേണമെങ്കിൽ. പിന്നെ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ID പ്രൂഫ് വേണം, അതായത് ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡ് വേണം, അഡ്രസ് പ്രൂഫ് വേണം, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം പ്രൂഫ് വേണം, പിന്നെ ഒരു കളർ ഫോട്ടോ വേണം കേട്ടോ. ഇത് എല്ലാവർക്കും വേണ്ടി വരില്ല, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊഫൈൽ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർ കൊടുത്തേക്കുന്നത് സാലറിയുടെ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻകം ബേസിക് വരുന്നത് 20,000 പെർ മന്ത് ആണ്. അതുപോലെ ഒരു ക്രെഡിറ്റ് സ്കോർ ഒരു കൊടുത്തേക്കുന്നത് $700 അബോ ആണ്. നോർമലി 750 ഉണ്ടെങ്കിലാണ് ആക്ച്വലി അപ്രൂവ് ആവുക. പക്ഷേ 750 ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 700 ആണെങ്കിലും അപ്രൂവ് ആവാറുണ്ട് നമ്മുടെ സാലറി ബേസിൽ കേട്ടോ. അതുപോലെ തന്നെ ന്യൂ ക്രെഡിറ്റ് ഉള്ളവർക്ക് ഇത് അപ്രൂവ് ആവില്ല നോർമലി. പിന്നെ പുതിയ ഓൾറെഡി നിങ്ങൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 21 to 60 ആണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഞാൻ ആക്ച്വലി ഇവിടെ നമ്മൾ വീഡിയോയിൽ കൊടുക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സൈഡിലായിട്ട് ഞാൻ ആ ക്യാഷ് കാർഡൊക്കെ ത്രൂ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഞാൻ ഇവിടെ കാണിക്കാം. ഞാൻ ഓൾറെഡി അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് ഓൾറെഡി ഇവിടെ പറയട്ടെ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് ക്യാഷ് കറോയിലേക്ക് പോവുക. നിങ്ങൾ ഓൾറെഡി ക്യാഷ് കറോ ഉപയോഗിച്ച ആൾക്കാരാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ മുമ്പ് ആക്സിസ് ബാങ്കിൻ്റെ കാർഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, കുറേ പേർക്ക് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഒരു ക്യാഷ് കറോ അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ക്യാഷ് കറോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ക്യാഷ് കറോ അക്കൗണ്ടിൽ സൈൻ ചെയ്യുക അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ലിങ്ക് കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 1000 രൂപയുടെ ഓഫറാണ് നടക്കുന്നത് നമ്മുടെ SBI അപ്രൂവ് ആയി കഴിഞ്ഞാൽ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോവുക. നിങ്ങൾക്ക് എല്ലാം ഇവിടെ കാണാം കേട്ടോ. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം ബാങ്ക് അക്കൗണ്ടിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുക. അതുപോലെ തന്നെ OTP വരും, എന്നിട്ട് സൈൻ ഇൻ ചെയ്യാം. പിന്നെ നമുക്കൊരു ഫോം കിട്ടും. അതിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫുൾ ഫില്ല് ചെയ്യുക. നെയിം, സാലറി ഡീറ്റെയിൽസ്, എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക അപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അതിനനുസരിച്ച് പിന്നെ നമ്മുടെ SBI കാർഡ് അപ്രൂവ് ആവുമോ, അതിനുശേഷം ബാങ്ക് വിളിക്കും. അതിനുശേഷം അപ്രൂവ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക
ഈ ക്യാഷ് കവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 1000 രൂപയുടെ സംഭവം നമ്മുടെ ക്യാഷ് കവർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവട്ടെ. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അപ്രൂവ് ആവാനുള്ള ചാൻസും കിട്ടും. അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ നമ്മുടെ നോർമൽ SBIയുടെ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യുമ്പോൾ അപ്രൂവ് ആവാൻ കൂടാതെ നിങ്ങൾക്ക് ഒരു 100 എക്സ്ട്രാ നമുക്ക് 1000 നമുക്ക് എക്സ്ട്രാ ക്യാഷ് കവർ കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി ബെനിഫിഷ്യൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിങ്കിൽ കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, ലിങ്ക് കിട്ടും. അതിൽ കൂടെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്രൂവൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊമോഷൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അപ്രൂവൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യാം, അപ്ലൈ ചെയ്ത് നോക്കാം. SBIയുടെ സിംപിൾ ക്ലിക്ക് കാർഡ് എന്ന് പറയുന്നത് ഒരു ബേസിക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബേസിക് കാറ്റഗറി കാർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ക്യാഷ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉപയോഗിക്കും ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഫസ്റ്റ് തന്നെ ജോയിൻ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടും ആമസോൺ വൗച്ചറിലെ പോലെ തന്നെ. അതുപോലെ തന്നെ ആനുവൽ ഫീസ് ആകുമ്പോൾ നമുക്കത് 1 lakh സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും തിരിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം.